ഹലോ ഗെയ്സ്, ഞാനൊരു കഥ പറയാം. കഥയല്ല, എന്നാൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതൊരു കഥയായിട്ട് തോന്നും. എന്താ വെച്ചാൽ ഒരു അച്ഛൻ നെണ്ടും ഉണ്ടായി, ഒരു അമ്മ നെണ്ടും ഉണ്ടായി. അങ്ങനെ അമ്മ നെണ്ട് കുറേ മുട്ടകളിട്ട്, അങ്ങനെ അമ്മ നെണ്ട് കുറേ മുട്ടകളിട്ടിട്ട് ഈ അമ്മ നെണ്ട് മുട്ടകളെല്ലാം അച്ഛൻ നെണ്ടിനെ ഏൽപ്പിച്ച്. അച്ഛൻ നെണ്ടിനെ ഏൽപ്പിച്ചിട്ട് അച്ഛന് ഈ അമ്മ നെണ്ടിനും ഭക്ഷണം ഉണ്ടാക്കണം, മക്കൾക്കും മുട്ട വിരിഞ്ഞിറങ്ങിയ മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ തന്ത്രപ്പാടിൽ അച്ഛൻ നെണ്ട് ഇങ്ങനെ പരക്കം പായാണ്. അങ്ങനെ അവസാനം മുട്ടകൾ ഏകദേശം ബിരിയാനായി എന്ന് കാണുമ്പോൾ അമ്മ നെണ്ട് മെല്ലെ മുട്ടകളെല്ലാം അച്ഛൻ്റെ ചിറകിലേക്ക് ഒതുക്കി കൊടുത്ത്. അങ്ങനെ അച്ഛൻ്റെ ചിറകിൽ നിന്ന് കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞ്. കുഞ്ഞുങ്ങളെല്ലാം വിരിയുമ്പോൾ ഒരു വിരിച്ചലിൽ തന്നെ ആയിരം കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങുന്നത്. 1000 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ട് പിന്നെ ഈ അച്ഛൻ ഞണ്ടിൻ്റെ ചിറകിൽ നിന്ന് ഈ അച്ഛനെ ഭക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ അച്ഛൻ്റെ മാംസമെല്ലാം കഴിച്ച് മക്കൾ കഴിച്ച് അങ്ങനെ ഞണ്ടിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം പുറത്തിറങ്ങി. പിന്നെ ഞണ്ടിങ്ങനെ അങ്ങോട്ടും കൊണ്ടും കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ കൂടി അങ്ങോട്ടും കൊണ്ടെല്ലാം പോകാൻ തുടങ്ങി. പാറിൻ്റെ ഉള്ളിൽ കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകാൻ തുടങ്ങി. അങ്ങനെ പോയി. ആ സമയത്താണ് ഞാൻ തോട്ടിൽ നിന്ന് മീൻ പിടിക്കാൻ, ഞണ്ട് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തോട്ടിലേക്ക് പോകുന്നത്. തോട്ടിലേക്ക് പോകുമ്പോൾ അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ അച്ഛൻ ഞണ്ടിൻ്റെ തോട് മാത്രമാണ് ഒരു പാറിൻ്റെ ഇടുക്കിൽ നിൽക്കുന്നത്. ഈ അച്ഛൻ ഞണ്ടിൻ്റെ മാംസമെല്ലാം മക്കൾ കഴിച്ചിരുന്നു. കാഴ്ചക്കാരിക്കോ നല്ല പുഷ്ടിയുള്ളൊരു ഞണ്ടിങ്ങനെ പാറപ്പുറത്ത് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഞാൻ കോളടിച്ചല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഞണ്ടിനെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഞണ്ട് പൊടിഞ്ഞു പോയി, പപ്പടം പൊടിയും പോലെ പോയി. ആ അച്ഛൻ ഞണ്ടിൻ്റെ അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല. അപ്പോഴും അവിടെ കണക്കും കാര്യവും അമ്മ ഞണ്ട് ഇട്ട മുട്ടൻ്റെ കണക്കാണ്. അച്ഛൻ ഞണ്ട് ഇവിടെ പപ്പടം പോലെ പൊടിഞ്ഞു പോകുന്നത് ആരും കാണുന്നില്ല, ആർക്കും അതറിയുന്നില്ല. ഇതൊന്നും ഒട്ടും ശരിയല്ല. എല്ലാവരും അച്ഛൻ ഞണ്ടിനെയും പരിഗണിക്കണം, പരിഗണിച്ചേ പറ്റൂ. ഇതെൻ്റെ ഒരു താക്കീതാണ്.